ഞാൻ അങ്ങയിലേക്ക് എത്താം. മുഖ്യമന്ത്രിയുടെ വാക്കുകളിലേക്ക്. സീതാറാം യെച്ചൂരി വിട പറഞ്ഞിരിക്കുന്നുവെന്ന അത്യന്തം ദുഃഖകരമായ വാർത്ത. സഖാവ് സീതാറാം വിദ്യാർത്ഥി ജീവിതത്തിലൂടെ തൻ്റെ പൊതുപ്രവർത്തനം ആരംഭിച്ചതാണ്. ആ കാലം തൊട്ട് രാജ്യം ശ്രദ്ധിക്കുന്ന പൊതുപ്രവർത്തകനായി അദ്ദേഹം മാറിയിരുന്നു. ഇന്ത്യ കണ്ട പ്രമുഖ ദക്ഷിണാശാലികളിൽ ഉന്നത നിരയിൽ തന്നെയാണ് സീതാറാമിൻ്റെ സ്ഥാനം എക്കാലം. എല്ലാ മേഖലയിലും നല്ല ബന്ധം പുലർത്തിപ്പോന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു അദ്ദേഹം. ശക്തരായ കമ്മ്യൂണിസ്റ്റ് എതിരാളികൾക്ക് പോലും അങ്ങേയറ്റം ആദരവോടെ സ്നേഹത്തോടെ സമീപിക്കാൻ കഴിഞ്ഞ ഒരു നേതാവ് കൂടിയായിരുന്നു സഖാവ് സീതാറാം. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതീവ ദുഃഖകരമായ ഒന്നാണ് ഈ വേർപാട്. പെട്ടെന്ന് നികത്താവുന്ന ഒന്നല്ല. അങ്ങേയറ്റം ഹൃദയഭാരത്തോടെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നമ്മൾ കണ്ടത് CPIM-ന്റെ ജനകീയ മുഖം, പ്രത്യയശാസ്ത്ര ഭേദങ്ങൾക്കപ്പുറം എല്ലാവരും ബഹുമാനിക്കുന്ന രാഷ്ട്രീയക്കാരൻ. അതായിരുന്നു സീതാറാം യെച്ചൂരിയെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അടയാളപ്പെടുത്തിയിരുന്നത്. പതിറ്റാണ്ടുകളോളം ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നിട്ടും JNU-വിലെ ആ പഴയ SFI-കാരന്റെ തീ അദ്ദേഹത്തിന്റെ മനസ്സിനുള്ളിൽ അണയാതെ നിന്നിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അടിയന്തരാവസ്ഥയിൽ രൂപം കൊണ്ട ആ തീച്ചൂട്, അതാണ് സീതാറാം യെച്ചൂരിയിലെ കമ്മ്യൂണിസ്റ്റിനെ പാകപ്പെടുത്തിയെടുത്തത്.